ശക്തമായ പ്രത്യാക്രമണമാണ് ഇസ്രയേലും ഇറാനും തമ്മിൽ ഇപ്പോഴും സംഭവിക്കുന്നത്. അതിൽ ഏറ്റവും അധികം ആക്രമണ ഭീഷണി നേരിടുന്ന ഒരു നഗരമാണ് തുറമുഖ നഗരമായ ഇസ്രായേലിലെ ഹൈഫ സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥിയായ സൂരജ് രാജൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഹൈഫയിൽ നിന്ന്. സൂരജ്, എന്താണ് സൂരജ് ഇപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം? നിങ്ങൾക്ക് ഈ അലാംസും അലേർട്ടുകളും ഒക്കെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കേൾക്കാം. അലേർട്ട്സ് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഇന്നലെ രാത്രി ഒരു അലേർട്ട് വന്നതിന് ശേഷം ഇതുവരെ വേറെ അലേർട്ട്സ് ഒന്നും ഉണ്ടായിട്ടില്ല. അലേർട്ട്സ് പറഞ്ഞ പോലെ മൊബൈലിൽ വരാറുണ്ട്. ഹോം ഫ്രണ്ട് കമാൻഡിന്റെ ആപ്പും ഉണ്ട്. ഇതിനകത്ത് കൃത്യമായിട്ട് അലേർട്ട്സ് വരാറുണ്ട്. പിന്നെ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ അലേർട്ട്സ് എത്ര മിസൈൽ വരുന്നുണ്ടെങ്കിൽ കയറണം, അത് എപ്പോൾ ഇറങ്ങണം എന്നത് കൃത്യമായിട്ട് തരാറുണ്ട്. അപ്പോൾ ഈ അലേർട്ട് രാത്രി ലേറ്റ് നൈറ്റ്സിലാണോ വരുന്നത് കൂടുതലും? കൂടുതലും ലേറ്റ് നൈറ്റ്സും ഏർലി മോർണിംഗും. ഇന്നലെ ഒരു അലാറം ഉണ്ടായിരുന്നത് രാത്രി 1 മണി സമയത്തായിരുന്നു. പിന്നെ 3 മണി 4 മണി ആ ടൈമിലാണ് പൊതുവെ മിസൈൽ അലേർട്ടുകൾ വരാറുള്ളത്. കാരണം മിസൈൽ ലോഞ്ച് ചെയ്യുന്ന അനുസരിച്ചായിരിക്കും നമുക്കിവിടെ അലേർട്ടുകൾ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ നിങ്ങൾ ഉടനടി എന്താണ് ചെയ്യുക? ഈ അലേർട്ട് കിട്ടി ഉടനെ എന്താണ് ചെയ്യുക? സോ ഇത്രയും ദിവസം വരെ, ഇന്നലെ വരെ വേറൊരു രീതിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യമേ ഒരു 25 മിനിറ്റ്സ് മുമ്പ് അവിടുന്ന് ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു അലേർട്ട് കിട്ടുമായിരുന്നു. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ബോംബ് ഷെൽട്ടറിന് അടുത്ത് നമ്മൾ റെഡി ആയിട്ട് ഇരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അത് നമ്മുടെ ട്രജക്ടറിയിലോട്ടാണ് വരുന്നതെങ്കിൽ, ഇപ്പൊ ഹൈഫയിലോട്ടാണ് വരുന്നതെങ്കിൽ ഏകദേശം ഒരു 1.5 മിനിറ്റ്, ഒരു 5 മിനിറ്റ് മുമ്പ് ആദ്യം ഒരു മെസ്സേജ് വരും, നിങ്ങൾ പ്രൊട്ടക്റ്റഡ് സ്പേസിനകത്തോട്ട് കയറാൻ പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മൾ പ്രൊട്ടക്റ്റഡ് സ്പേസിനകത്ത് കയറി കഴിയുമ്പോൾ പിന്നെ ഒരു 1.5 മിനിറ്റ് നമുക്കൊരു സൈറൻ കേൾക്കാൻ പറ്റും. ഇതിനർത്ഥം ഈ ട്രജക്ടറിയിലായിരിക്കും ഇത് വരുന്നതെന്നാണ്. ഇന്നലെ തൊട്ട് ഇതിനൊരു ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇപ്പൊ 10 മിനിറ്റ് മുമ്പ് നിങ്ങൾക്ക് അലേർട്ട് കിട്ടും. അപ്പൊ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് സ്പേസിനടുത്തായിരിക്കണം. പിന്നെ ഒരു 3 മിനിറ്റ് 1.5 മുതൽ 60 സെക്കൻഡ് മുതൽ 1.5 മിനിറ്റ് വരെ കിട്ടത്തുള്ളൂ നിങ്ങൾ അകത്ത് കയറാൻ. കാരണം ഇപ്പം നമ്പർ ഓഫ് മിസൈൽസ് വരുന്നത് കുറഞ്ഞത് കൊണ്ട് ഈ പ്രോട്ടോകോളിൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. സോ അത് ഇന്നലെ തൊട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത്. സൂരജ്, എന്ന് പറഞ്ഞാൽ ഈ പ്രൊട്ടക്റ്റഡ് സ്പേസ് എന്ന് പറഞ്ഞത് ബങ്കേഴ്സ് ആണോ? ബങ്കറുകൾ ഇപ്പം അത് നിങ്ങൾ ആയിരിക്കുന്നിടത്ത് പോലെ ഇരിക്കും. ഇപ്പൊ എനിക്ക് എന്റെ അപ്പാർട്ട്മെന്റിനകത്ത് മമ്മാദ് എന്ന് പറയും, എന്ന് പറഞ്ഞാൽ ബോംബ് ഷെൽട്ടർ എന്നർത്ഥം, അതുണ്ട്. ഇപ്പൊ നിങ്ങൾ പുറത്തുകൂടെ പോകുന്നതെങ്കിൽ ഏതെങ്കിലും പാർക്കിംഗ് സ്പേസ്, അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് സ്പേസ് നിങ്ങൾക്ക് ഒരു ബോംബ് ഷെൽട്ടറായിട്ട് ഉപയോഗിക്കാം. പിന്നെ പബ്ലിക് ആയിട്ടുള്ള ഷെൽട്ടറുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു സൂപ്പർ മാർക്കറ്റിന്റെ ഫ്രണ്ടിൽ ഇതുപോലൊരു ഒരു ഒരു കോൺക്രീറ്റഡ് ആയിട്ടുള്ള ഒരു ഇതുപോലെ കാണും, ഒരു സ്ട്രക്ചർ പോലെ കാണും. അതിനകത്ത് കയറി നിങ്ങൾക്ക് അത് ലോക്ക് ചെയ്യാം. ഇത് പല തരത്തിലുണ്ട്. ഓരോ സ്ഥലത്ത് ഡിപ്പെൻസ് ഓൺ ഏത് സ്ഥലത്തനുസരിച്ചാണ് എന്നത് മാറി. ഈ ഷെൽട്ടേഴ്സ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും എല്ലാം അണ്ടർഗ്രൗണ്ട് അല്ല? എല്ലാം അണ്ടർഗ്രൗണ്ട് അല്ല, എല്ലാം അണ്ടർഗ്രൗണ്ട് അല്ല. അപ്പോൾ എന്താണ് ഈ ബോംബ് ഷെൽട്ടറിന്റെ ഒരു പ്രത്യേകത? അത് അതിന്റെ കൺസ്ട്രക്ഷൻ ആണോ? എന്താണ് അതിന്റെ പ്രത്യേകത? കൺസ്ട്രക്ഷൻ എന്റെ ഒരു പരിമിതമായ അറിവ് വെച്ചിട്ട് കൺസ്ട്രക്ഷൻ ആണ്. റീഇൻഫോഴ്സ് കോൺക്രീറ്റ് വെച്ചിട്ടായിരിക്കും ആ സ്പെഷ്യൽ റൂം ഉണ്ടാക്കുന്നത്. ഒപ്പം ഇതിനൊരു വിൻഡോ ഉണ്ടായിരിക്കും. വിൻഡോയ്ക്ക് ഒരു ഗ്ലാസ് വിൻഡോ ഉണ്ട്. അതിന് പുറമേ ആയിട്ട് ഒരു സ്റ്റീൽ ഡോർ, ഒരു അയൺ ഡോർ പോലത്തെ ഒരു സാധനം ഉണ്ടായിരിക്കും. പിന്നെ മെയിൻ ഡോറിന് നമ്മുടെ സാധാ കതക് ഉണ്ടായിരിക്കും. അതിനപ്പുറം വേറൊരു റീഇൻഫോഴ്സ് ആയിട്ടുള്ള ഒരു സ്റ്റീൽ ഡോർ ഉണ്ട്. അതുപോലെ തന്നെ ബാത്റൂം ഡോറിന് ഒരു സ്റ്റീൽ ഡോർ ഉണ്ട്. ഇത് മൂന്നും ഭയങ്കര തിക്കായിട്ടുള്ള സ്റ്റീൽ ഡോർ ഉണ്ട്. റീഇൻഫോഴ്സ് സ്റ്റീൽ കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഒരേ സമയത്ത് നമ്മൾ ക്ലോസ് ചെയ്ത് അകത്ത് വെയിറ്റ് ചെയ്യണം. ഇതാണ് അതിന്റെ പ്രോട്ടോകോൾ. ശരി. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ മൊബൈൽ ഫോൺസ് ഓഫ് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസസ് ഉപയോഗിക്കരുത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലില്ല, അങ്ങനൊന്നുമില്ല. കാരണം മൊബൈൽ ഫോണിലായിരിക്കും നമുക്ക് അലേർട്ടുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എൻട്രി ചെയ്യുമ്പോഴും അലേർട്ട് ഉണ്ട്, എന്ന് പറഞ്ഞാൽ വരുന്നുണ്ടെന്നൊരു അലേർട്ട് ഉണ്ട്, കയറണം എന്ന് അലേർട്ട് ഉണ്ട്, പിന്നെ എക്സിറ്റ് ചെയ്യുന്നതിന് ഒരു അലേർട്ട് വരും. എന്നിട്ട് മാത്രം എക്സിറ്റ് ചെയ്യാവുള്ളൂ എന്നാണ് പുതിയ റൂൾ അനുസരിച്ച് അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. സോ അതുകൊണ്ട് നമ്മൾ അത് കൃത്യമായിട്ട് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യണം. ഇന്റർനെറ്റിനൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് മൊബൈൽ ഫോൺ വർക്ക് ചെയ്യാതിരിക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. സൂരജ്, ഇപ്പോൾ ഇതുവരെ ഉള്ള ദിവസങ്ങൾ നോക്കിയാൽ പരമാവധി എത്ര മണിക്കൂറുകൾ നിങ്ങൾക്ക് ഈ ഷെൽട്ടർ ഹോംസിൽ അല്ലെങ്കിൽ ഈ ഷെൽട്ടേഴ്സിനകത്ത് നിൽക്കേണ്ടി വരാറുണ്ട്? എത്ര മണിക്കൂറാണ്? തുടക്ക സമയത്ത് നമുക്കൊരു 25 to 30 മിനിറ്റ്സ് വരെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഇന്നലെയൊക്കെ ആയിട്ട് അതൊരു 10 മിനിറ്റ് ഒക്കെ ആയിട്ട് കുറഞ്ഞു. മാക്സിമം ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് ആദ്യമേ കൂടുതൽ നമ്പർ ഓഫ് മിസൈൽസ് വന്നുകൊണ്ടായിരിക്കാം കൂടുതൽ നേരം നിൽക്കേണ്ടി വരുന്നത്. ഇപ്പം നമ്പർ ഓഫ് മിസൈൽസ് കുറഞ്ഞത് കൊണ്ട് ആ വെയിറ്റിംഗ് ടൈം ഭയങ്കരമായിട്ട് കുറഞ്ഞു. അല്ലാതെ ഫുൾ ടൈം ഒരിക്കലും ഇരിക്കേണ്ട. നമുക്ക് അലേർട്ട് വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ബോംബ് ഷെൽട്ടറിലോട്ട് കയറിയാൽ മതി. പക്ഷെ ഒരു കാര്യം മാത്രം അവരെപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പം ഞങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് പുറത്ത് പോയാലോ ഇപ്പൊ പുറത്ത് നടക്കാൻ പോയാലോ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം എവിടെയാണ് ഏറ്റവും അടുത്തുള്ള പ്രൊട്ടക്റ്റഡ് സ്പേസ് എന്ന്. സോ ദാറ്റ് ഒരു മിസൈൽ അലേർട്ട് വന്നു കഴിഞ്ഞാൽ ഓടി കയറാൻ വേണ്ടി. അത് മാത്രം അവർ എപ്പോഴും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അത് ഫോളോ ചെയ്യാറുമുണ്ട്.
ശരി. ഈ ഇസ്രായേൽ മിലിറ്ററി സാന്നിധ്യം ഈ ജനവാസ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ നഗരങ്ങളിൽ കാണുന്ന സാഹചര്യമുണ്ടോ ഇപ്പോൾ ഈ പുതിയ ആ, ഈ യുദ്ധസമാനമായ സാഹചര്യത്തിൽ? ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ മിലിറ്ററി ബേസസുകളുണ്ട്. അത് അവിടെ നമുക്ക് അങ്ങനെ പോവാനും പറ്റില്ല. അത് പ്രൊട്ടക്റ്റഡ് സ്പേസ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. കൂടുതലും പോലീസാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇസ്രായേലിനകത്തെ കാര്യങ്ങൾ പോലീസും പിന്നെ വേറെ ബോർഡർ പെട്രോളിംഗ് പോലീസുകളും ഉണ്ട്. ഇവരാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അല്ലാതെ മിലിറ്ററി ഇതുവരെ ഉള്ളതായിട്ട് എന്റെ അറിവിലില്ല. ഈ ടെല്ലവീവിലും അതുപോലെ തന്നെ ഇറാന്റെ മറ്റു മേഖലയിലും ഉണ്ടായ വലിയ നാശനഷ്ടങ്ങളുടെയൊക്കെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. സോറി, ടെഹ്റാനിലും ഇറാന്റെ മറ്റു മേഖലകളിലും ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങളുടെ. പക്ഷേ ഇന്നലെ ഒരു വീഡിയോ പുറത്തു വന്നത് ടെല്ലവീവിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങളിലൊക്കെ ഈ മിസൈൽ ആക്രമണത്തിൽ കെട്ടിടങ്ങൾ പൂർണ്ണമായി തകർന്നതും കത്തി നശിച്ചതുമായിട്ടുള്ള കുറേ വിഷ്വൽസ് ഒക്കെ കഴിഞ്ഞ ദിവസം വന്നു. അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ ഈ ഹൈഫ നഗരത്തിൽ ആ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ? മിസൈൽ പതിച്ചതിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇസ്രായേൽ പൊതുവായിട്ട് ഈ ഇതിന് ശേഷം ഉണ്ടായിട്ടുള്ള സംഭവങ്ങളുടെ വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ടെലവീവിലേക്ക് വീഡിയോസ് ഇങ്ങനെ ചില ബിൽഡിങ്ങുകൾ ഇങ്ങനെ പാർഷ്യലി തകർന്നതൊക്കെ ആയിട്ടുള്ള വീഡിയോസ് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഒഫീഷ്യൽ സോഴ്സിൽ കൂടെ തന്നെ IDFന്റെ ട്വിറ്റർ പേജിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് ഇസ്രായേലിന്റെ ട്വിറ്റർ പേജിലോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഹൈഫ സിറ്റിയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ക്രേറ്റർ രൂപപ്പെട്ടതായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വലുതായിട്ട് നാശനഷ്ടങ്ങൾ ഉള്ളതായിട്ടോ ഞാൻ പേഴ്സണലി കണ്ടിട്ടില്ല. പക്ഷേ വെരിഫൈഡ് ചാനൽസിൽ കൂടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് അറിയാൻ പറ്റും. കാരണം ഒരുപാട് വീഡിയോസ് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടും ഇവിടെ ഇന്റർനെറ്റ് ഇതുവരെ ഓഫ് ആയിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനത്തെ ഇന്റർനെറ്റ് സിറ്റുവേഷൻ ഡൗൺ ആവുന്ന സിറ്റുവേഷൻ ഒന്നും ഉണ്ടാകാത്തതുകൊണ്ട് ഏതാണ് ഒഫീഷ്യൽ അല്ലെങ്കിൽ ഏതാണ് സത്യം അല്ലെങ്കിൽ ഏത് വീഡിയോസ് ആണ് വെരിഫൈഡ് നമുക്ക് അറിയാൻ പറ്റില്ല. ഒന്നെങ്കിൽ നമ്മൾ ഏതെങ്കിലും മീഡിയ ഔട്ട്ലെറ്റിൽ കൂടെ നോക്കിയിട്ടാണ് ഇത് സംഭവിച്ചിട്ടുണ്ടെന്ന്. ഞങ്ങളുടെ ഈ ഏരിയയിൽ അറ്റ്ലീസ്റ്റ് ഞാൻ അറിയുന്ന ഹൈഫ ഏരിയയിലായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ എന്തെങ്കിലും മാസിവ് ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു മാസിവ് ഡിസ്ട്രക്ഷൻ എന്തെങ്കിലും സംഭവിച്ചതായിട്ട് എനിക്കറിയില്ല. പക്ഷെ ചെറിയ ചെറിയ ഇൻസിഡൻസ് ഇപ്പൊ ഇന്റർസെപ്റ്റർ ചെയ്ത് കഴിഞ്ഞ് എന്തെങ്കിലും സ്ട്രാപ്നൽ വീണിട്ട് ഗ്ലാസുകൾ പൊട്ടുന്നതോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അല്ലാതെ വലിയൊരു മാസീവ് ആയിട്ടുള്ള ഡിസ്ട്രക്ഷൻ ഉള്ളതായിട്ട് എന്റെ അറിവിലില്ല. സൂരജ്, ഒരു ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നല്ലോ, അതേ സാഹചര്യം തന്നെയാണോ ഇപ്പോഴും ഉള്ളത്? ആക്ച്വലി ആഭ്യന്തര അടിയന്തരാവസ്ഥ എന്നൊരു ചെറിയ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 6 മണി ഇസ്രായേൽ ടൈം തൊട്ട് എസെൻഷ്യൽ ഇത്ര നേരം എസെൻഷ്യൽ ആക്ടിവിറ്റീസ് ആയിരുന്നു അലൗഡ് ആയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഫെസിലിറ്റീസ് അങ്ങനെയൊക്കെ ആയിരുന്നു. അതിൽ നിന്ന് പാർഷ്യൽ ആക്ടിവിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട്. എല്ലാ ഏരിയയിലും അല്ല. ഇപ്പം ഗാസ ബോർഡറിലുള്ള ചില ഏരിയാസിലും ഗോലാൻ ചില ഏരിയാസിലും കുറച്ചുകൂടെ പ്രശ്നബാധിതയുള്ള ഏരിയാസിൽ പഴയ ഇത് തന്നെയാണ്. പക്ഷേ ഇസ്രായേലിലെ വേറെ കുറെ ഏരിയാസിൽ ഈ എസെൻഷ്യൽ ആക്ടിവിറ്റിയിൽ നിന്നും പാർഷ്യൽ ആക്ടിവിറ്റി എന്ന് മാറിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ആൾക്കാർക്ക് പുറത്തിറങ്ങാനും ഇങ്ങനെ ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ സമ്മതിക്കുന്നുണ്ട്. പ്രൊവൈഡഡ് എല്ലാവരും ഷെൽട്ടർ എവിടെയാണെന്ന് മനസ്സിലാക്കുകയും ആ അലേർട്ടുകളെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയും ചെയ്തതനുസരിച്ച് കുറച്ചും കൂടെ ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ട്. സ്കൂളുകളും യൂണിവേഴ്സിറ്റികളും എൻ്റെ അറിവിൽ തുറക്കുന്നില്ല. കാരണം ഓൺലൈനായിട്ട് നടക്കുന്നതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യും. എനിക്ക് തോന്നുന്നു ഇന്നാണ് ഇത് മാറ്റിയത്. ഇനി എത്രത്തോളം ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് ഇന്നത്തെ വേറെ എന്തെങ്കിലും അറ്റാക്കുകൾ ഉണ്ടാകുന്നതനുസരിച്ച് ഇവാലുവേറ്റ് ചെയ്തിട്ടായിരിക്കും അവരിപ്പോൾ മാറ്റം ഉണ്ടാക്കുന്നത്. പക്ഷെ ഇപ്പോൾ എസെൻഷ്യൽ നിന്ന് പാർഷ്യൽ ആക്ടിവിറ്റിയിലോട്ട് മാറിയതായിട്ട് കമാൻഡ് ഹോം ഫ്രണ്ടിന്റെ കമാൻഡ് മെസ്സേജ് നമുക്ക് വന്നായിരുന്നു. സുരജ്, ഈ മലയാളി കമ്മ്യൂണിറ്റിയായിട്ട് നിങ്ങൾ എല്ലാവരും തമ്മിൽ ഒരു ആശയവിനിമയം ഉണ്ടല്ലോ അല്ലേ? എന്റെ യൂണിവേഴ്സിറ്റിയിൽ മലയാളികൾ കുറവാണ്. ഞങ്ങളൊരു 4-5 പേരേ ഉള്ളൂ. ഞങ്ങൾ തമ്മിൽ എപ്പോഴും കോൺടാക്ട് ആണ്. പക്ഷെ കൂടുതലും എനിക്ക് തോന്നുന്നു വേറെ യൂണിവേഴ്സിറ്റികളിലാണെന്ന് തോന്നുന്നു കുറച്ചും കൂടെ കൂടുതൽ മലയാളികൾ ഉള്ളത്. ഇപ്പം എനിക്ക് ഹീബ്രു യൂണിവേഴ്സിറ്റി, അരിയൽ യൂണിവേഴ്സിറ്റി അവിടെയൊക്കെയാണെന്ന് തോന്നുന്നു കൂടുതൽ പേരുള്ളത്. എനിക്ക് അങ്ങനെ പേഴ്സണലി എനിക്ക് അത്രയും മലയാളികളെ അറിയത്തില്ല ആ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന. എന്റെ യൂണിവേഴ്സിറ്റിയിലുള്ളവരെയും പിന്നെ ടെക്നിയോണിലുള്ള കുറച്ച് പേരെ എനിക്കറിയാം. എന്ന് പറഞ്ഞാൽ അതൊരു ഹൈഫേ തന്നെയുള്ള വേറൊരു യൂണിവേഴ്സിറ്റിയാണ്. എല്ലാ യൂണിവേഴ്സിറ്റിയിലെ മലയാളികളായിട്ട് ഞങ്ങൾ ടച്ചിലല്ല.